ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ് കേട്ടോ. അധികം ആരും ട്രൈ ചെയ്ത് നോക്കാത്തൊരു വിഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ വാഴക്കൂമ്പ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വാഴക്കൂമ്പ് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു വാഴക്കൂമ്പ് എടുത്തതെന്ന് ഞാനത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഒരു പകുതി ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിൽ നിന്ന് കറ ഇളകി വരാതിരിക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് തിരുമ്മി വെച്ചാൽ മതി. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് അധികം കറ ഇളകില്ല കേട്ടോ. ഇനി കട്ട്ലേറ്റിലേക്കുള്ള മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇത് എണ്ണ ഒന്നും അധികം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ എണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടായിരിക്കും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിടണമെന്നെങ്കിൽ കൂട്ടിയിടാം കേട്ടോ. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിൻ്റെ പാകം അനുസരിച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. പച്ചമുളകൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ പിന്നീട് വാഴക്കൂമ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സവാള നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മീറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ആ മസാലയുടെ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന് കുറച്ച് എരിവ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്ര അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ അളവ് കുറേശ്ശെ ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മസാലയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കുടപ്പൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് എങ്ങാനും മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. വാഴക്കൂമ്പും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളൻകിഴങ്ങ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. 4 ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ ഈ ഉരുളൻകിഴങ്ങ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കട്ട്ലേറ്റിനുള്ള മസാല റെഡിയാക്കുന്ന സമയത്ത് ഉരുളൻകിഴങ്ങിലേക്ക് കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഉരുളൻകിഴങ്ങ് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഉടച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വലിയ ഉരുളൻകിഴങ്ങൊക്കെയാണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു 2 എണ്ണോ അല്ലെങ്കിൽ 3 എണ്ണോ ഒക്കെയോ എടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഇതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. ഉരുളൻകിഴങ്ങ് ഇതുപോലെ വലിയ കട്ടകളായിട്ട് കിട്ടാതെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതും കൂടി ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടോടുകൂടി നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അതാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഇനി കട്ട്ലേറ്റ് ഒന്ന് മുക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് മൈദയുടെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്താലും മതി. ഇപ്പം ഞാൻ മുട്ടയിലാണ് കട്ട്ലേറ്റ് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ കട്ട്ലേറ്റ് ഞാൻ ഷേപ്പ് ചെയ്യാനായിട്ട് കയ്യിലേക്ക് കുറച്ച് എണ്ണ ആക്കുന്നുണ്ട്.
അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലറ്റിൻ്റെ ആ മിക്സ് എടുക്കുമ്പോഴേക്കും കയ്യിലാകെ ഒട്ടി പിടിക്കും. ഇനി കുറേശ്ശെ മിക്സ് എടുത്തിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു സിമ്പിൾ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് മുട്ടയിൽ മുക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കട്ട്ലേറ്റ് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് മുട്ടയിൽ ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. കട്ട്ലേറ്റിൻ്റെ എല്ലാ സൈഡിലും നല്ലപോലെ ബ്രെഡ് ക്രംസ് വെച്ച് നന്നായി പൊതിഞ്ഞെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്സ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തത് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത്തിരി സ്പൈസി ആയിട്ടുള്ള കട്ട്ലേറ്റാണിത്. സാധാരണ നമ്മൾ വാഴക്കൂമ്പ് കൊണ്ട് തോരനും കറികളും മറ്റു കറികളൊക്കെയാണല്ലോ വെച്ച് കഴിക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ഇട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.